ഹായ് ഹലോ എന്നത്തെയും പോലെ വളരെ ഹാപ്പിയോടെ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഒപ്പം ഒരു കിടിലൻ ശുഭദിനവും. കാരണം പ്രത്യേകിച്ച് ഒന്നുമല്ല, ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒപ്പം നിങ്ങളെയും കൂട്ടാമെന്ന്. എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഞാൻ ചെയ്യണോ വേണ്ടയോ എന്ന് ഒരു തവണയല്ല പല തവണ ആലോചിച്ചെടുത്തൊരു തീരുമാനത്തിന് ശേഷം എന്നെ അതിന് ചെയ്തേക്കാം എന്നുള്ള ഒരു പോയിന്റിലെത്തുന്നത്. ഈ ഒരു വീഡിയോ ചെയ്യാൻ എന്നോട് ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ അത് കുറച്ച് തള്ളായി പോവും. എന്നോട് ഒന്ന് രണ്ട് പേര് പറഞ്ഞു ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോ എന്നുള്ളത്. ഇവിടെ എന്താണ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മാത്രമായിട്ട് എനിക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ പറ്റില്ല. അത് എൻ്റെയും കുഞ്ഞാപ്പൂവിൻ്റെയും കൂടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആവും. എന്നാൽ പിന്നെ നമുക്കൊരു സെക്കൻഡ് ചോയ്സേ ഇല്ല. ആരാധകരെ ശാന്തരാഘവൻ എന്ന് പറയുന്ന പോലെ ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിച്ചപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. അത് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് അല്ല, റോളർ കോസ്റ്റർ ഡേ ഇൻ മൈ ലൈഫ് ആണെന്നുള്ളത്. അത് എന്താണെന്നുള്ളതിൻ്റെയൊക്കെ കാര്യകാരണ സഹിതം ഞാൻ ഈ വീഡിയോയിൽ പോകെ ഷെയർ ചെയ്യാം. എന്തായാലും നൗ വെൽക്കം ടു അവർ വീഡിയോ. ഞാനൊരു ഏർലി മോർണിംഗ് പേഴ്സൺ ഒന്നുമല്ല. എനിക്ക് നല്ല കംഫർട്ടായിട്ടുള്ള ബെഡിൽ മൂടി പൊതിച്ച് കിടന്നുറങ്ങാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. നിങ്ങളിൽ പലരും അങ്ങനെയാണെന്നും എനിക്കറിയാം. എന്തോ ഉറക്കത്തിനും എനിക്കും യാതൊരു പൊരുത്തവും ഇല്ല കേട്ടോ. അത് സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടിട്ടേ അങ്ങനെയാണ്. ഏർലി മോർണിംഗ് ട്യൂഷൻ കാര്യങ്ങളെന്നൊക്കെ എന്നും രാവിലെ എഴുന്നേക്കണം. അതങ്ങനെ ജോലിയിലും തുടർന്നു. ഇപ്പോൾ അത് കുഞ്ഞാപ്പൂവിലെത്തി നിൽക്കുകയാണ്. എന്തായാലും കുഞ്ഞാപ്പൂ അവൻ്റെ പങ്ക്ച്വാലിറ്റി കീപ്പപ്പ് ചെയ്ത് അവൻ്റെ ടൈമിൽ കറക്റ്റായിട്ട് എഴുന്നേറ്റിട്ടുണ്ട്. സാധാരണ നമ്മൾ പറയാറില്ലേ, കുഞ്ഞുങ്ങളുടെ പാറ്റേൺ, അവരുടെ ഈ സമയത്ത് ഒരു ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് കറക്റ്റ് ഒരു ടൈമിംഗ് ഒക്കെ ഫോളോ ചെയ്തിട്ടായിരിക്കും. അവർ നമ്മളെക്കാൾ കൂടുതൽ സ്ട്രിക്റ്റ് ആയിരിക്കും അവരുടെ കാര്യങ്ങളിലല്ലേ. അതേപോലെ തന്നെയാണ് ഇവിടെ കുഞ്ഞാപ്പൂവും. അവൻ്റെ ലാസ്റ്റ് മീൽ എന്ന് പറയുന്നത് തലേ ദിവസം രാത്രി ഒരു 10 o'clock-നും 11 o'clock-നും ഇടയിലായിരിക്കും. സോ അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ആശാൻ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങോട്ടോ. പിന്നെ അവൻ എഴുന്നേക്കുക എന്ന് പറയുന്നത് നമ്മളൊരു ഡീപ്പ് സ്ലീപ്പ് പോകുന്ന ഒരു സമയമുണ്ടല്ലോ, ഏർലി മോർണിംഗ് 4 o'clock-നും മോർണിംഗ് 7 o'clock-നും ഇടയിലായിരിക്കും. അങ്ങനെ അവൻ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് അവനെ ഫീഡ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തലേ ദിവസം രാത്രി നമ്മൾ അവൻ്റെ ബോട്ടിൽസും സ്പൂൺസും കാര്യങ്ങളെല്ലാം തന്നെ സ്റ്റെറിലൈസ് ചെയ്ത് കിച്ചണിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. അതാകുമ്പോൾ നമുക്ക് രാവിലെ അവൻ എഴുന്നേറ്റ ഉടനെ നേരെ കിച്ചണിൽ പോയി അവൻ്റെ ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളൊരു താമസം മാത്രമേ വരുന്നുള്ളൂ. ആൾക്കിപ്പോൾ 2 വയസ്സായി. പക്ഷെ 2 വയസ്സിൻ്റെ ഇൻടേക്കൊന്നും പ്രോപ്പറായിട്ട് എടുക്കാറായിട്ടില്ല. നമ്മൾ അതിന് വേണ്ടിയിട്ട് അവനെ ചെറിയ രീതിയിൽ ശീലിപ്പിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ അവൻ കഴിക്കുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 9-10 മന്ത് ബേബീസ് കഴിക്കുന്ന ഫുഡാണ് നമ്മളിപ്പോൾ അവന് സോളിഡായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ അവൻ ഫുഡ് എടുത്തു കഴിയുമ്പോൾ അത് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുകയും അവന് നമ്മൾ കുറച്ച് ഫ്രീക്വൻ്റ് ആയിട്ട് ഫീഡ് ചെയ്യേണ്ട ഒരു ആവശ്യവും വരുന്നുണ്ട്. ഇപ്പോൾ അത് നമ്മളിപ്പോൾ അധികം ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. സോ നമ്മൾ കുറച്ച് ഫ്രീക്വൻ്റ് ആയിട്ട് അവന് ഫീഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ അമ്മ ഇത്തവണ വന്നപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളുടെ കൂട്ടത്തിൽ അമ്മ ഒരു ബിസ്ക്കറ്റും കൂടെ കൊണ്ടുവന്നു, കുഞ്ഞാപ്പൂനും അനിയത്തിയുടെ മോനും. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് ചെറിയ കുട്ടികൾക്ക് ഇപ്പോഴേ ബിസ്ക്കറ്റൊന്നും കൊടുക്കണ്ട എന്നുള്ള ഒരു കാഴ്ചപ്പാടിലായിരുന്നു ഞാൻ. അപ്പോഴാണ് അമ്മ എന്നോട് പറഞ്ഞത് ഇത് വളരെയധികം അവിടെ ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു ഫുഡ് ഐറ്റം ആണെന്നുള്ളത്. കാരണം ഫുഡ് പ്രോപ്പറായിട്ട് കഴിക്കാൻ പറ്റാത്ത ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്കും അല്ലെങ്കിൽ ന്യൂ ബോൺ ബേബീസിനൊക്കെ അവരിത് റെഗുലറായിട്ട് അവിടെ കൊടുക്കുന്ന ഒരു ഐറ്റം ആണെന്നുള്ളത്. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, നീ ഇതൊന്ന് കുഞ്ഞാപ്പൂന് ട്രൈ ചെയ്ത് നോക്കൂ. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കുഞ്ഞാപ്പൂന് കൊടുക്കാൻ പറ്റുന്ന ഫുഡ് ഐറ്റംസിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ഫുഡ് മാത്രമേ നമുക്ക് അവന് കൊടുക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, അവൻ ഒരു 2 വയസ്സ് ഏജിൻ്റെ കുഞ്ഞുങ്ങൾ കഴിക്കുന്ന ഫുഡോ അല്ലെങ്കിൽ കുറച്ച് ഹാർഡായിട്ട് നമ്മൾ നോർമലായിട്ട് കഴിക്കുന്ന ഫുഡോ ഒന്നും അവനിപ്പോൾ കൊടുക്കാൻ പറ്റുന്നില്ല. നമ്മളതെല്ലാം തന്നെ കുറച്ച് ഈസി ആയിട്ട് ബ്ലെൻഡ് ആവുന്ന രീതിയിൽ അല്ലെങ്കിൽ നല്ല സോളിഡ് ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫുഡ് അങ്ങനെയുള്ളതൊക്കെയാണ് നമ്മളിപ്പോൾ അവന് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അമ്മ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഓക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇൻ കേസ് അവൻ കഴിക്കുകയാണെങ്കിൽ നമുക്കത് ഓക്കെ ആണല്ലോ എന്ന്. അങ്ങനെ കുഞ്ഞാപ്പൂ ഇത് കഴിച്ചു തുടങ്ങിയതിന് ശേഷം ഇത് അവൻ്റെ ഫേവറേറ്റ് ഫുഡായി മാറിയിട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ ഈ ബിസ്ക്കറ്റും ആട്ടിൻ പാലൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് സോളിഡ് ആയിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ അവനത് കൊടുക്കുന്നത്. അത് കൊടുത്തു കഴിഞ്ഞാൽ ആശം നല്ല വയറ് നിറച്ച് കഴിക്കുകയും ചെയ്യും, ഒപ്പം നന്നായിട്ട് കിടന്ന് ഉറങ്ങുകയും ചെയ്യും. പിന്നെ ഒരു 11-12 ആ ഒരു ടൈമിലേ പിന്നെ അവൻ എഴുന്നേൽക്കുള്ളൂ. മുതിർന്നവർ പറയും കുഞ്ഞുങ്ങൾക്ക് ആട്ടിൻപാൽ കൊടുക്കരുതെന്ന്. കാരണം അവർക്കത് ഒരുപാട് ക്ഷീണം അല്ലെങ്കിൽ മെലിയാനുള്ള ചാൻസസ് കൂടുതലാണത്രേ. പക്ഷേ ഒപ്പം തന്നെ കുഞ്ഞുങ്ങളുടെ ബോണിനും സ്ട്രെങ്തിനും വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇപ്പം സമയം രാവിലെ ഒരു 5:30 ആയിട്ടുണ്ട്. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഫുഡൊക്കെ ഉണ്ടാക്കി വന്നപ്പോഴേക്കും കുറച്ച് സമയം പോയി. എന്നാൽ കുഞ്ഞാപ്പൂ ഉണ്ടോ ക്ഷമയോടുകൂടെ ഇരിക്കുമോ? അവൻ എഴുന്നേറ്റ്
നമ്മൾ ഫുഡ് കുക്ക് ചെയ്യാൻ പോയി എന്ന് അറിഞ്ഞ് തുടങ്ങുമ്പോൾ മുതൽ തിരിച്ച് ഫുഡ് റെഡിയാക്കി ഫസ്റ്റ് സ്പൂൺ അവനെ ഫീഡ് ചെയ്യുന്നവരെ അവൻ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമുക്ക് കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ടൈം എടുത്തൊന്നും ഫുഡ് റെഡിയാക്കാൻ പറ്റില്ല. ഷടപടയെന്ന് പറഞ്ഞ് ഫുഡൊക്കെ റെഡിയാക്കി വരണം. അങ്ങനെ ഫുഡൊക്കെ റെഡിയായി. ഇനി ഞാൻ നേരെ പോയി കുഞ്ഞപ്പോൾ ഫീഡ് ചെയ്യട്ടെ. അങ്ങനെ ഞങ്ങളൊരു വലിയ യുദ്ധം കഴിഞ്ഞ് വന്ന് ടയേർഡായി കിടക്കുകയാണ് കേട്ടോ. ഒന്നുമല്ല, അവൻ്റെ ഫീഡൊക്കെ കഴിഞ്ഞു. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അവനെ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്ന് കിടത്തി. ഞാൻ അവനെ ഫീഡ് ചെയ്ത വീഡിയോ എടുക്കുന്നില്ല. കാരണം എന്ന് പറയുന്നത് അത് 1 മണിക്കൂർ 1.5 മണിക്കൂറുള്ള ഒരു വലിയൊരു പ്രയത്നമാണ്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ കുറേ പൊട്ടലും ചീറ്റലും ബഹളമൊക്കെ ഉണ്ടാവും. അതെന്തായാലും ഷൂട്ട് ചെയ്യാൻ എനിക്കും താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്തില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ രണ്ടാമത്തെ ഉറക്കത്തിലേക്ക് കിടക്കുകയാണ് കേട്ടോ. കുഞ്ഞപ്പൂ മാത്രമല്ല, ഞാനൊരു ചെറിയ ഉറക്കം ഉറങ്ങാമെന്ന് വിചാരിച്ചു. ഇപ്പം സമയം ഒരു 7 മണിയായിട്ടുള്ളൂ. എനിക്കൊരു 1 അവർ കൂടെ ഉണ്ട്. പിന്നെ എന്ത് വേണമല്ലോ, ആ ഒരു 1 അവർ നമുക്കൊരു അടിപൊളി ഉറക്കം ഉറങ്ങിയിട്ട് വരാം. എന്തായാലും വെളിയിൽ നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ, ഉറങ്ങുന്നവർക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ലല്ലോ. എന്തായാലും നമുക്കൊരു ചെറിയ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഇനി കാണാം. ഹേയ്, വീണ്ടും ഒരു ഗുഡ് മോർണിംഗ്. അങ്ങനെ ഞാൻ എഴുന്നേറ്റ് റിഫ്രഷൊക്കെ ആയി വന്ന് കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുകയാണ് കേട്ടോ. ഈ കാണുന്ന പ്രകടനം ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ ചെയ്തു വരുന്ന ഒരു കാര്യമാണ്. പക്ഷേ റോസ് വാട്ടർ ഞാൻ റെഗുലറായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് നമ്മുടെ ഫേസ് വാഷൊക്കെ യൂസ് ചെയ്ത് ഫേസൊക്കെ ഒന്ന് കഴുകി കഴിഞ്ഞിട്ട് കുറച്ച് റോസ് വാട്ടർ നമ്മൾ ഫേസിൽ ലൈക്ക് ടോണർ പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഫേസിന് എന്തുകൊണ്ടും നല്ലതാണ് കേട്ടോ. അത് ഞാൻ റെഗുലറായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ ഫേസ് സിറം എന്ന് പറയുന്നത് ഇപ്പം ഞാൻ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്ത് വരുന്നേ ഉള്ളൂ. എനിക്ക് റെഗുലറായിട്ട് ഒരു കാര്യം അങ്ങോട്ട് മുടങ്ങാതെ കൊണ്ടുപോകുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഈവൻ അത് എന്ത് കാര്യമായാലും ആയിക്കോട്ടെ. ഇപ്പം എൻ്റെ യൂട്യൂബിൽ നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും, എനിക്ക് അങ്ങനെ ഒരു കണ്ടിന്യൂറ്റി കാര്യങ്ങളൊന്നും ആയി വരുന്നില്ല. ഞാൻ എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ സ്റ്റക്കായി പോകും. ബട്ട് അത് ഒരു മോശം ഏർപ്പാടാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതൊക്കെ മാറ്റി വരണം. പക്ഷെ നമ്മളൊരു കാര്യം ഫിക്സ് ചെയ്ത് അത് റെഗുലറായിട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അതൊരു വേറെ സംഭവം തന്നെയാണ് കേട്ടോ. ഇപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ലൈഫിൽ കൊണ്ടുവന്ന ചെറിയ ചെറിയ മാറ്റങ്ങളിൽ ഇതും ഒന്നാണ്. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഫേസ് നന്നായിട്ടൊന്ന് ഫേസ് കെയർ അല്ല, സ്കിൻ കെയർ ചെയ്യുക എന്നുള്ളൊരു കാര്യം. ഇതിൻ്റെതായ മാറ്റങ്ങളും എനിക്ക് ചെറിയ രീതിയിൽ കണ്ടുവരുന്നുണ്ട്. എന്തായാലും ഇതൊരു അടിപൊളി സംഭവമാണ്. ഇനി നേരെ പോയി കുഞ്ഞാപ്പൂനെ എഴുന്നേൽപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ അടുത്ത കാര്യം. പക്ഷെ ഈ ഒരു കാര്യം എനിക്ക് ചെയ്യാൻ തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. കാരണം നമ്മൾ ചെല്ലുമ്പോഴേക്കും അവൻ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. അപ്പോൾ ആ ഉറക്കത്തിൽ നിന്ന് അവനെ വിളിച്ച് എഴുന്നേൽപ്പിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് സങ്കടമാവും. പക്ഷേ വേറൊരു ഓപ്ഷനില്ല, നമുക്ക് അവനെ എഴുന്നേൽപ്പിച്ചേ പറ്റുള്ളൂ. കാരണം ഈ ഒരു മോർണിംഗ് ടൈം അവൻ്റെ മെഡിസിൻസ് ഒക്കെ കൊടുക്കേണ്ട ടൈമാണ്. അപ്പം നമുക്കത് സ്കിപ്പ് ചെയ്ത് അവനെ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് വിടാനും പറ്റില്ല. അപ്പോൾ എന്തായാലും മരുന്ന് കൊടുക്കാനായിട്ട് അവനെ വിളിക്കാമല്ലോ എന്ന് വിചാരിച്ച റൂമിലേക്ക് ചെന്നപ്പോഴേക്കും ആശാൻ ഓൾറെഡി എഴുന്നേറ്റ് കിടക്കായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് സന്തോഷമായിട്ട്. കാരണം ഞാൻ പോയി വിളിച്ച് എഴുന്നേൽപ്പിച്ച് പിന്നെ അതിൻ്റെ ബഹളം ഉണ്ടാക്കി അവൻ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ മരുന്ന് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഇതാണെങ്കിൽ കുഴപ്പമില്ല, അവനായിട്ട് എഴുന്നേറ്റ് കിടക്കായിരുന്നു. പിന്നെ അവൻ്റെ ഒരു ഡെയിലി റൊട്ടീൻ എന്ന് പറഞ്ഞാൽ രാവിലെ നമ്മൾ അവനെ കുറച്ച് വെയിൽ കൊള്ളിക്കാൻ സാധാരണ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ, അവന് ഇൻടേക്ക് അത്ര പ്രോപ്പർ അല്ല. പിന്നെ അതിൻ്റേതായ ഡെഫിഷ്യൻസി കാര്യങ്ങളുണ്ട്, വിറ്റാമിൻ ഡിൻ്റെ പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് രാവിലെ നമ്മൾ എഴുന്നേറ്റ് ഉടനെ ചെയ്യുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നുണ്ടെങ്കിൽ അവനെ കുറച്ച് വെയിൽ കൊള്ളിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ പുറത്ത് കൊണ്ടുപോയി ഇരുത്തി അങ്ങനെ ചെയ്യാറില്ല. ഈ റൂമിൽ വിൻഡോ തുറന്നിട്ട് തന്നെ അത്യാവശ്യം സണ്ണ് ഉണ്ടെന്നുണ്ടെങ്കിൽ അകത്തേക്ക് സൂര്യ വെളിച്ചമൊക്കെ വരും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചെറിയൊരു സൺ ബാത്തൊക്കെ എടുക്കുന്ന ടൈം കൊണ്ട് ഞാൻ ബെഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അവൻ്റെ ബെഡ്ഷീറ്റും എൻ്റെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കി വൃത്തിയാക്കി തിരിച്ചിടും. ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് അല്ല, ഈ റോളർ കോസ്റ്റർ ഡേ ഇൻ മൈ ലൈഫ് ആണെന്നുള്ളത്. അതെന്താണെന്ന് ഞാനിപ്പോൾ പറയാം കേട്ടോ. കാരണം നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും, നമ്മുടെ കൂടെ കുഞ്ഞാപ്പൂനെ നോക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബേബി സിറ്റർ ഉണ്ട്, ഒരു ആൻറ്റി ഉണ്ട്. ആൻറ്റി നമ്മുടെ ഒപ്പം ചെന്നൈയിലും നാട്ടിലും ഒക്കെ ആയിട്ട് നമ്മുടെ കൂടെ എപ്പോഴും ഉള്ള ഒരു ആൻറ്റിയാണ്. ആൻറ്റി ഇടയ്ക്കൊക്കെ ലീവിന് പോവും, ആൻറ്റിയുടെ വീട്ടിൽ പോവും, മക്കളുടെ അടുത്തൊക്കെ പോവും. അപ്പം ഈ ഒരു ദിവസം എന്ന് പറയുന്നത് ആൻറ്റി ലീവിന് പോയിരിക്കുന്ന ദിവസമാണ്. അപ്പം നമുക്ക് ഈ ഒരു ഡേ കുറച്ച് മാനേജ്
ചെയ്ത് കുഞ്ഞാപ്പൂനെ മാനേജ് ചെയ്ത് വീട്ടിലെ കാര്യങ്ങൾ മാനേജ് ചെയ്ത് പോകാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഇവിടെയാണെങ്കിലും ആൻറ്റിയും ഞാനും ഒപ്പമുള്ള സമയത്ത് ഞങ്ങൾ രണ്ടാളും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ കാര്യങ്ങളൊക്കെ ചെയ്യാറ്. ഒരാൾ തന്നെയായിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ അധികം നേരം നമ്മൾ അവൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്ന പോലെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുഞ്ഞാപ്പൂൻ്റെ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് മെഡിസിനൊക്കെ കൊടുത്ത് അവനവിടെ കിടത്തിയിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നേക്കാണ് കേട്ടോ. ഇപ്പോൾ സമയം ഒരു 10-10:30 ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്പെഷ്യൽ ഒന്നുമില്ല കേട്ടോ. നല്ല ദോശയും ചമ്മന്തിയാണ്. ഞാൻ പറഞ്ഞല്ലോ ആൻറ്റി ലീവിന് പോയേക്കാന്ന്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യാറ് ആൻറ്റി ഇന്ന് ലീവിന് പോവുകയാണെങ്കിൽ അതിന് തലേ ദിവസം നമ്മൾ ഒരു 2 ദിവസത്തേക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പാകത്തിനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കും. അതാകുമ്പോൾ നമുക്ക് ആദ്യത്തെ 2 ദിവസത്തെ പരിപാടി നമുക്ക് വലിയ പ്രശ്നമില്ലാതെ സ്മൂത്തായിട്ട് പോകും. അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലെ കാര്യങ്ങൾ പിന്നെ നമ്മൾ നോക്കിയാൽ മതിയല്ലോ. സാധാരണ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യാറ്. അതാകുമ്പോൾ നമുക്ക് കുഞ്ഞാപ്പൂൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഓട്ടപ്രദക്ഷിണായിരിക്കും അവൻ്റെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കുറച്ച് മാനേജ് ചെയ്ത് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇന്ന് എന്തായാലും കുഴപ്പമില്ല. നമുക്ക് വേണ്ട കാര്യങ്ങളും ഫുഡൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ ചെന്ന് നോക്കുമ്പോഴെന്താ, ഞാൻ വിചാരിച്ച പോലെ തന്നെ നമ്മുടെ കുഞ്ഞാപ്പുത 2ാമത്തെ ഉറക്കത്തിലേക്കും കടന്നിരിക്കുകയാണ്. എന്നാൽ പിന്നെ നമുക്ക് ഒട്ടും സമയം കളയാനില്ല. അവനെ എഴുന്നേറ്റ് വരുമ്പോഴേക്കും അവന് കഴിക്കാനുള്ള ഫുഡൊക്കെ റെഡിയാക്കാമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. ഫുഡ് പ്രിപ്പയർ ആവുന്ന സമയവും നമുക്കൊട്ടും കളയാനില്ല. ഞാൻ നേരെ പോയി ഒരു ചെറിയ കുളിയൊക്കെ അങ്ങ് പാസ്സാക്കി. ഈ പാരൻറ്റിങ് പീരീഡ് എന്ന് പറയുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ. അതിന് 2 സൈഡുണ്ട്. ഒരു സൈഡ് ഭയങ്കര ഡാർക്കാണ്, നെഗറ്റീവാണ്. വേറൊരു സൈഡ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങുന്നില്ലാത്ത കുറേ പോസിറ്റീവ് എനർജി കിട്ടും. എനിക്ക് മനസ്സിലാക്കിയ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിസിക്കലി ആൻഡ് മെൻ്റലി കുറച്ചും കൂടെ സ്ട്രോങ് ആവും. പിന്നെയെന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് നമുക്ക് ടൈം റെസ്ട്രിക്ഷൻസോ ഇല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങളോ ഒന്നും നമ്മൾ നോക്കില്ല. നമ്മളൊരു മൾട്ടി ടാസ്കറായിട്ട് അങ്ങോട്ട് മാറുകയാണ്. എവിടെ നിന്നില്ലാത്തൊരു എനർജിയും നമുക്ക് എവിടെ നിന്നില്ലാത്തൊരു ടൈം മാനേജ്മെൻറ്റും ആയിരിക്കും ആ ഒരു സമയത്ത്. നമ്മൾ അറ്റ് എ ടൈം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് നമുക്ക് പോലും അറിയില്ല. ഓർ നമ്മളത് ചെയ്ത് തീർത്തതിന് ശേഷം അയ്യോ ഇത് ഞാൻ തന്നെയാണോ ചെയ്തതെന്ന് വരെ ആലോചിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. സോ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നമ്മുടെ പാരൻസ് ആയാലും നമ്മൾ പാരൻസ് ആയി കഴിഞ്ഞിട്ടായാലും മൊത്തത്തിൽ അതൊരു അടിപൊളി സംഭവമാണല്ലേ. എന്തായാലും നമ്മൾ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെളിയിൽ കൂടെ നടക്കുകയാണ്. ബിക്കോസ് ഇത് കുഞ്ഞാപ്പൂൻ്റെ വാക്കിംഗ് ടൈമാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ പുള്ളിക്ക് ഒരിടത്ത് തന്നെ ഇരിക്കാനോ കിടക്കാനോ പറ്റില്ല കേട്ടോ. അവൻ്റേതായ രീതികളും ടൈമിങ്ങും ഒക്കെ ഉണ്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യാനായാലും. അപ്പോൾ രാവിലെ പുള്ളി ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേക്കും, പിന്നെ ഫീഡ് ചെയ്യും. അതിനുശേഷം മെഡിസിൻസ് ഒക്കെ കൊടുക്കും. അപ്പോൾ മെഡിസിൻ്റെ ഡോസും കാര്യങ്ങളൊക്കെ കാരണം അവൻ ഒന്നുകൂടെ ഇറങ്ങും. പിന്നെ എഴുന്നേറ്റ് കഴിയുമ്പം ഞാൻ പറഞ്ഞല്ലോ അവനിപ്പോൾ ഫീഡിങ് ടൈം നമ്മൾ അധികം കൂട്ടിയിട്ടുണ്ട്. ഫീഡിങ് ടൈം അല്ല, അവൻ ഫീഡ് ചെയ്യുന്നത് അധികം നമ്മൾ കൂട്ടിയിട്ടുണ്ട്. കുറച്ച് നമ്പർ ഓഫ് ടൈംസ് ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം അവന് പോകുന്ന ഫുഡെന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യുന്നതും അവന് പെട്ടെന്ന് വിശക്കാൻ ചാൻസസും ഉള്ള ഫുഡായതുകൊണ്ട് നമ്മൾ അവനെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അടുത്ത ഫീഡ് കൊടുക്കും. പിന്നെ അതിന് ശേഷം അവന് കുറച്ച് നേരം ഇങ്ങനെ വെളിയിൽ കൂടെ കാറ്റൊക്കെ കൊണ്ട് വെളിയിൽ സൗണ്ടൊക്കെ കേട്ട് പിള്ളേരുടെ ബഹളമൊക്കെ കേട്ട് ഇങ്ങനെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങളിങ്ങനെ വെളിയിൽ കൂടെ നടക്കാം കേട്ടോ. സാധാരണ അവൻ്റെ ഒരു ചെയറുണ്ട്, അതിലും കുറച്ച് നേരമൊക്കെ നമ്മൾ ഇരുത്തും. അല്ലെങ്കിൽ ഇതേപോലെ തന്നെ വെയിൽ അധികമില്ല ഓർ മഴയില്ല, ഒരു നല്ല ക്ലൈമറ്റൊക്കെയാണ്, കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെളിയിൽ കൂടെ കുറേ നേരം നടക്കും കേട്ടോ. ആൻറ്റി പോയത് പ്രമാണിച്ച് ഞാനും കുഞ്ഞാപ്പും ഒറ്റയ്ക്കാണല്ലോ. അപ്പോൾ എനിക്ക് കൂട്ടായിട്ട് കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. വേറെ ആരുമല്ല, അനീത്തയും മോനും വന്നിട്ടുണ്ട്. സാധാരണ ആൻറ്റി ലീവിന് പോകുമ്പം അവരാണ് ഇവിടെ വന്ന് നിൽക്കുക. അനീത്തയും അവളുടെ ഹസ്ബൻഡ് കുഞ്ഞൂടെ വന്ന് നിൽക്കും. പിന്നെ നമുക്കുള്ള കമ്പനി എന്ന് പറയുന്നത് ദേവുവാണ് കേട്ടോ. നിങ്ങൾ കുറച്ച് പേർക്കെല്ലാം അറിയാം. എൻ്റെ മുന്നത്തൊരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ദേവുവിനെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഞാനും ദേവും ഒക്കെ ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് കിട്ടിയ ഒരു ക്ലോസ് സ്വീറ്റ് ക്യൂട്ട് ഫ്രണ്ടാണ് കേട്ടോ ദേവു. സാധാരണ ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ കൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ലൈക്ക് പറഞ്ഞാൽ കേൾക്കില്ല, അല്ലെങ്കിൽ എന്താ പറയുക, അവിടെ പോവുക ഇവിടെ പോവുക, ഓരോന്ന് വലിച്ച് താഴെ ഇടുക, അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളും ഉണ്ടാവുമല്ലോ. പക്ഷേ പുള്ളിക്കാരത്തെ കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷനും ഇല്ല. ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണെന്ന് അറിഞ്ഞുകൊണ്ട് പിന്നെ അവൾക്ക് ലീവും കൂടെ ആയതുകൊണ്ട് അവൾ കുഞ്ഞാപ്പ് എഴുന്നേറ്റ് സമയമൊക്കെ ആയപ്പോഴേക്കും കറക്റ്റ് ഇവിടെ വരും.
പിന്നെ ഞാനും കുഞ്ഞാപ്പൂവും ദേവും ഒക്കെ ആയിട്ടിരുന്ന് അങ്ങോട്ട് കളിക്കും. കുഞ്ഞാപ്പൂവിന് നന്നായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ ദേവുവിനെ. അത് അവന് ഭയങ്കര ഇഷ്ടമാണ്. അവളുടെ സൗണ്ട് കേൾക്കുന്നതും നോർമലി അവന് കുട്ടികളുടെ സൗണ്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പം ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന ഒരു വോയിസ് ആകുമ്പോൾ അവൻ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വന്ന് അവൻ്റെ കൂടെ കളിക്കുമ്പോൾ അവൻ ചിരിക്കും. അങ്ങനെയൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മാക്സിമം ദേവുവിന് അവധിയുള്ള സമയങ്ങളിലൊക്കെ ദേവുവിനും ഇവിടെ വന്ന് എൻ്റെ കൂടെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം പുള്ളിക്കാരത്തിയും വരും. കുഞ്ഞാപ്പൂന് വാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും കുഞ്ഞാപ്പൂന് ക്ഷീണമായി. എന്നാൽ പിന്നെ അവനെ കിടത്തിയേക്കാന്ന് വിചാരിച്ച് അവൻ്റെ ബെഡ് ഒന്നും കൂടെ ഞാൻ കുടഞ്ഞ് വിരിച്ച് റെഡിയാക്കാണ്. കാരണം എന്താണെന്നറിയില്ല, തണുപ്പ് ഉള്ളത് കൊണ്ടിട്ടാണോ എന്തോ നമ്മളെ ഈ കടിക്കാത്ത ഒരു തരം ഉറുമ്പുണ്ടല്ലോ, ബ്ലാക്ക് കളർ ഉറുമ്പ്, അത് ഈ ബെഡിൽ കൂടെ ഇതിലെയും ഉലാത്തുന്നത് ഞാൻ കണ്ടു. എന്നാൽ പിന്നെ ബെഡൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിച്ച് അവനെ കിടത്തിയേക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ കുഞ്ഞാപ്പൂൻ്റെ വിശദീകരിച്ചുള്ള കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനതെന്തായാലും ഷൂട്ട് ചെയ്തില്ല. കാരണം അതൊരു സാഹസിക പ്രകടനമാണ്. അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ്, കാണിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും ബുദ്ധിമുട്ടാണ്. കാരണം കുളിപ്പിച്ചത് ഞാനാണല്ലോ. എന്തായാലും കുളിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അവൻ എന്തായാലും ഉറങ്ങില്ല, കാരണം രാവിലെ നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ട്. എന്നാൽ പിന്നെ ബെഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പുറത്തേക്കൂടെ ഒക്കെ നടന്ന് കുറച്ച് ടയേർഡായി. അവിടെ കൊണ്ടുപോയി കിടത്തിയേക്കാന്ന് ഞാൻ വിചാരിച്ചു. ഇനി നമുക്ക് ലഞ്ച് കഴിക്കാനുള്ള സമയമാണ് കേട്ടോ. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫുഡ് പുറത്തെടുക്കുക, നന്നായിട്ടൊന്ന് ചൂടാക്കുക, ഉള്ളിലാക്കുക. അതാണ് നമുക്ക് ഇനിയുള്ള പ്രോഗ്രാം എന്ന് പറയുന്നത്. അനിയത്തിയും കുഞ്ഞും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം അവർക്കും കൂടെയുള്ള ചോറൊക്കെ നമ്മൾ വെക്കണം കേട്ടോ. കറികൾ മാത്രമേ ഉള്ളൂ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ടുള്ളൂ. ചോറൊക്കെ നമുക്ക് പിന്നെ അത് നിസ്സാരമായ കാര്യമാണല്ലോ, അത് വലിയ ടൈമൊന്നും എടുക്കില്ല. അങ്ങനെ കറിയൊക്കെ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചത് കഴിക്കാൻ വേണ്ടിയിട്ട് ചൂടാക്കി. പ്രത്യേകിച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഒന്നുമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അവിയലുണ്ടായ കഥ അറിയാവോ? അതേപോലെയാണ് എൻ്റെ ഈ ഒരു ക്യാബേജ് തോരൻ. ബാക്കി വന്ന വെജിറ്റബിൾസ് എല്ലാം കൂടെ ഇട്ടിട്ട് ഉണ്ടാക്കിയ ഒരു തോരനാണ് കേട്ടോ. അതിൽ കൂടുതൽ ക്യാബേജ് ഉള്ളതുകൊണ്ട് നമ്മളതിനെ ക്യാബേജ് തോരൻ എന്ന് വിളിക്കുന്നു. എന്തായാലും ക്യാബേജ് തോരൻ, പിന്നെ മീൻകറി ഉണ്ട്, പിന്നെ മോരുകറി ഉണ്ട്. അതാണ് ഇന്ന് ലഞ്ചിന്. അങ്ങനെ ലഞ്ചൊക്കെ റെഡിയായി. അങ്ങനെ ഒരു 4-4:30 ആയപ്പോഴേക്കും നല്ല ലാവിഷായി ലഞ്ചൊക്കെ കഴിച്ച് റൂമിലേക്ക് വന്നപ്പോഴേക്കും നമ്മൾ കിടത്തിയിട്ട് പോയ ആൾക്ക് കിടക്കാൻ താല്പര്യമില്ലാത്രേ. എന്നാൽ പിന്നെ അവനെ ഇരിക്കാൻ വേണ്ടി അവൻ്റെ ചെയറുമായിട്ട് ഞാൻ റൂമിൽ വന്നു. സാധാരണ നമ്മൾ ഇവന് ഹാളിലോ അല്ലെങ്കിൽ വരാന്തയിലോ ഒക്കെയാണ് ഇരുത്താറ്. ഇന്നിപ്പോൾ തുത്തു ഉള്ളതുകൊണ്ട് നമുക്കത് പോസിബിൾ അല്ല. കാരണം ഈ ചെയറുമായിട്ട് ഞാൻ ഹാളിൽ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അടിയാവും. കുഞ്ഞാപ്പൂനെ എടുത്ത് താഴെ ഇരുത്തിയിട്ട് അവന് കയറി ഇരിക്കണം എന്നാവും. എന്തായാലും ഞങ്ങൾ റൂമിൽ കുറച്ച് നേരം സ്വസ്ഥമായി ഇരിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ചെയറൊക്കെ ഇട്ട് ഞങ്ങൾ റൂമിലിരിക്കുകയാണ്. പാരലായിട്ട് എനിക്ക് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ പുള്ളിയുടെ ഇരിപ്പും മട്ടൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു അവൻ ഒന്നിനും സമ്മതിക്കില്ല എന്നുള്ളത്. കാരണം അവൻ്റെ ഇരിപ്പ് കംഫർട്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് അവന് ചുമയായി, തുമ്മലായി, അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ അവനെ കൊണ്ടാവുന്ന രീതിയിൽ അവൻ ഉണ്ടാക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇത് ഞങ്ങളുടെ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും നിങ്ങളുടെ കമൻറ്റ് കാര്യങ്ങളൊക്കെ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.